പക്ഷെ ഇതിനകത്തോട്ട് വന്നപ്പം കുറച്ച് റിയലിസ്റ്റിക് ആയിരുന്നു കാര്യങ്ങളൊക്കെ. ഒരു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു ഫുട്ബോൾ എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇംപ്രഷൻ എന്താണ്? അല്ലെങ്കിൽ ഇത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കണം അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇത് ഫുട്ബോളിനെ കുറിച്ച് പറയുന്ന സിനിമയാണ് ഓഫ് കോഴ്സ്. അപ്പൊ അതുകൊണ്ട് ഫുട്ബോൾ ഇതിൽ പ്രൊഫഷണൽ ആയിട്ട് കാണിക്കണം എന്നുള്ളത് ഇതിന്റെ പ്രേക്ഷകരെ നമ്മൾ കാണുമ്പോൾ, കാരണം ഒരു ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നോട്ട് ചെയ്ത് പറയും. കാരണം ഫുട്ബോൾ അത്രമേൽ ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു കളിയാണ്. നമ്മൾ ലോക ഫുട്ബോൾ നടക്കുമ്പോൾ ഉറക്കമുണച്ചിന്ന് കളി കാണുന്ന ടീമാണ് നമ്മൾ. നമ്മുടെ ടീമില്ല എങ്കിൽ കൂടി നമുക്കൊക്കെ ഓരോ രാഷ്ട്രങ്ങളോട് ഇഷ്ടപ്പെട്ടു നമ്മൾ കളി കാണുന്നുണ്ട്. അപ്പോൾ ഫുട്ബോൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു ജനതയോട് ഈ ഫുട്ബോളിന്റെ കഥ പറയുമ്പോൾ നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആയിരുന്നു ഇതിൻ്റെ അകത്ത് വരുന്ന കളിക്കാരന്റെ റോൾ എന്ന് പറയുന്നത്, തൊക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ. അപ്പൊ അവനെ പെർഫെക്റ്റ് ആയിട്ട് ആ ക്യാരക്ടറിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അവൻ റിയൽ കളിക്കാരനാണ് എന്നുള്ളതും, പിന്നെ അവന് ഇമോഷൻസ് പിടിക്കാൻ പറ്റുന്നുള്ളതും, അവന് പ്രണയിക്കാൻ പറ്റുന്നുള്ളതും ഒക്കെ അതിന്റെ പോസിറ്റീവ് ഘടകങ്ങളായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ആ കാസ്റ്റിംഗ് ചെയ്തത്. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു സിനിമ, ഒരു ഫുട്ബോൾ സിനിമ പറയുമ്പോൾ ഗിമ്മിക്ക് വേണ്ട, റിയാലിറ്റി വേണം എന്നുള്ളത് നമുക്കൊരു നിർബന്ധം കൂടി ഉണ്ടായിരുന്നു.